ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്ലോകം 22. ഭവാനി ത്വം ദാസേ മയി വിതരദൃഷ്ടിം സകരുണാം ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനി ത്വമിതി യഃ തദൈവ ത്വം തസ്മൈ ദിശസി നിജ സായുജ്യ പദവീം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാജിത പദാം. അല്ലയോ ഭവാനി, നിന്തിരുവടി ദാസനായ എങ്കൽ കരുണയോടുകൂടി കടാക്ഷത്തെ ചെയ്താലും എന്ന് സ്തുതിക്കുവാനായി ഇച്ഛിച്ച് ഏതൊരാളാണോ അല്ലയോ ഭവാനി നിന്തിരുവടി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അമ്മയുടെ പാദങ്ങളോടുകൂടിയ ആത്മസായുജ്യ പദവിയെ കൊടുക്കുന്നു. ആ നിന്തിരുവടിയുടെ തൃപ്പാദങ്ങൾ ബ്രഹ്മവിഷ്ണു മഹേന്ദ്രന്മാരുടെ നിരന്തരമായ കിരീടങ്ങളാൽ നീരാജനം ചെയ്യപ്പെട്ടതാണ്. അതായത് സൃഷ്ടിസ്ഥിതി സംഹാരകരായ അവർ 3 പേരും അമ്മയുടെ പാദങ്ങളെ കാണുമ്പോഴൊക്കെയും കുമ്പിട്ട് നമസ്കരിക്കുന്നു. അപ്പോൾ അവരുടെ കിരീടങ്ങളിൽ പതിച്ചിട്ടുള്ള അമൂല്യമായ രത്നങ്ങളുടെ ശോഭ നിരന്തരം പതിച്ച കാരണം നിന്തിരുവടിയുടെ തൃപ്പാദങ്ങൾ സദാ നീരാജനം ചെയ്യപ്പെടുന്നു എന്ന് സാരം. വിവരിക്കാനാകാത്ത വിധം പ്രകാശപൂർണമാണ് ആ പാദങ്ങൾ. ആ പാദങ്ങളിൽ ചേരുവാൻ തക്ക വിധം ആത്മസായുജ്യ പദവിയെയാണ് ഭവാനിത്വം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ സ്തോത്രകാരന് അമ്മ നൽകുന്നത്. ആത്മതാതാത്മ്യത്തെയാണ് അമ്മ നൽകുന്നത്. ഭവാനി എന്ന പദം ഉത്തമ പുരുഷൈക വചനമായതുകൊണ്ട് അത് തൽപദത്തിന് തുല്യമാണ്. അതിനെ ത്വം എന്ന പദത്തോട് അന്വയിക്കുമ്പോൾ തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ അർത്ഥമായി പരിണമിക്കുന്നു. ഭവാനിത്വം തത്വമസി, ഈ 2 വാക്കിനും ഞാൻ നിന്തിരുവടിയായി ഭവിക്കുന്നു എന്ന് അർത്ഥമാകുന്നു. അപ്പോൾ അർത്ഥമറിയാതെയാണ് സാധകൻ ഈ വാക്ക് ഉച്ചരിക്കുന്നതെങ്കിൽ പോലും മഹാകരുണാനിധിയായ ദേവി അപ്പോൾ തന്നെ അവന്, സാധകന്, നിജസായുജ്യത്തെ തന്നെ ദാനം ചെയ്യുന്നു. അറിവ് കൂടാതെ നാം അഗ്നിയെ സ്പർശിച്ചാലും അഗ്നി ദഹിപ്പിക്കുക തന്നെ ചെയ്യും. അതായത് ജപവും ഹോമവും മറ്റുപാസനകളൊന്നും കൂടാതെ തന്നെ താതാത്മ്യോപാസന വേഗം ഫലം നൽകുന്നു. അതായത് നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് പരബ്രഹ്മമായി ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് എന്ന തിരിച്ചറിവ് അതിവേഗം മോക്ഷപദം നൽകുമെന്ന് സാരം. ഈ പരബ്രഹ്മമായി ഈ ത്രിലോകങ്ങളിൽ മുഴുവനും കുടികൊള്ളുന്ന സദാ ശക്തി സ്വരൂപിണിയായിരിക്കുന്ന അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായികയായ ശ്രീ മഹാദേവിയെ ശ്രീ ത്രിപുരസുന്ദരിയുടെ പാദങ്ങളിൽ അഭയം പ്രാപിക്കുക. ശ്ലോകം 23. ത്വയാ ഹൃത്വാ വാമം വപുരപരിതൃപ്തേന മനസാ ശരീരാർദ്ധം ശംഭോഃ അപരമഭിശങ്കേ ഹൃദമഭൂൽ യദേതത്ത്വദ്രൂപം സകലമരുണാഭം ത്രിനയനം കുജാഭ്യാമാനമ്രം കുടിലശശിചൂഡാലമകുടം. ഈ ശ്ലോകം കൗള സിദ്ധാന്തത്തെ പ്രതിപാദിക്കുന്നതാകുന്നു. ഈ സിദ്ധാന്തത്തിൽ ശക്തി തത്വത്തിൽ നിന്നും വിഭിന്നമായി ശിവതത്വം എന്നൊന്നില്ല.
ശിവതത്വം ശക്തിതത്വത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. അതിനാൽ ശക്തിതത്വമാണ് ഉപാസ്യമായിട്ടുള്ളത്, അതായത് ഉപാസിക്കേണ്ടതായിട്ടുള്ളതെന്ന് സാരം. ശ്രീചക്ര പൂജയിലും പൂജ ദേവിക്ക് മാത്രമേ ഉള്ളൂ, ശിവന് പൂജയില്ല. അതനുസരിച്ചാണ് ഇങ്ങനെ സമർത്ഥിച്ചിരിക്കുന്നത്. അല്ലയോ പരാശക്തി സ്വരൂപിണിയായ ദേവി, നിന്തിരുവടി പരമശിവൻ്റെ ഇടതുഭാഗമായ പകുതി ശരീരത്തെ അപഹരിച്ചുകൊണ്ട് തൃപ്തിപ്പെടാത്ത മനസ്സുകൊണ്ട് പിന്നെയും ഭഗവാന്റെ വലതുഭാഗം കൂടി അപഹരിച്ചതായി ഞാൻ ശങ്കിക്കുന്നു എന്ന് കവി പറയുന്നു. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഹൃദയകമലത്തിൽ ഇരിക്കുന്ന നിന്തിരുവടിയുടെ രൂപം മുഴുവനും ചുവന്ന കാന്തിയോടു കൂടിയതായും 3 കണ്ണുകളോടു കൂടിയതായും 2 സ്തനങ്ങളുടെ ഭാരം കൊണ്ട് കുറച്ചു നമ്രതയോടെയും കിരീടത്തോട് ചേർന്ന് ചന്ദ്രക്കല അലങ്കാരമായി പ്രകാശിക്കുന്നതായും കാണുന്നു. അങ്ങനെയല്ലായിരുന്നെങ്കിൽ പകുതി ശരീരം വെണ്മയോടു കൂടിയും, അതായത് മഹാദേവൻ്റെ ശരീരം ഒരു സ്തനമുള്ളതായും 3-ാം തൃക്കണ്ണും ചന്ദ്രക്കലയും ഒരു ഭാഗത്തു മാത്രമായും ഉള്ളതായും ഇരിക്കേണ്ടതാണല്ലോ. അത് അങ്ങനെയല്ലല്ലോ കാണുന്നത്. ചുവന്ന കാന്തിയോടുകൂടി പൂർണ്ണരൂപമായി അമ്മയെ കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം കവിക്ക് തോന്നാൻ കാരണം. ശ്ലോകം 24. ജഗത്സൂതേ ധാതാ ഹരിരവതിരുദ്രഃ ക്ഷപയതേ തിരസ്കുർവന്നേതത് സ്വമപി പപുരീശസ്തിരയതി സദാ പൂർവഃ സർവം തദിദമനുഗൃഹ്ണാതി ച ശിവഃ തവാജ്ഞാമാലംബ്യ ക്ഷണചലിതയോർഭ്രൂലതികയോഃ. ജഗത്സൂതേ ധാതാ ഹരിരവതിരുദ്രഃ ക്ഷപയതേ തിരസ്കുർവന്നേതത് സ്വമപി വപുരീശസ്തിരയതി സദാ പൂർവഃ സർവം തദിദമനുഗൃഹ്ണാതി ച ശിവഃ തവാജ്ഞാമാലംബ്യ ക്ഷണചലിതയോർഭ്രൂലതികയോഃ. അല്ലയോ ശിവശക്തി സ്വരൂപിണി, ബ്രഹ്മാവ് ലോകത്തെ സൃഷ്ടിക്കുന്നു, വിഷ്ണു രക്ഷിക്കുന്നു, രുദ്രൻ സംഹരിക്കുന്നു. ഈശ്വരൻ ഈ ബ്രഹ്മവിഷ്ണു രുദ്രന്മാരെ തന്നിൽ ലയിപ്പിച്ച് തൻ്റെ ശരീരത്തെയും സദാശിവ തത്വത്തിൽ ലയിപ്പിക്കുന്നു. നിന്തിരുവടിയുടെ ഇളക്കപ്പെട്ട പുരികക്കൊടികളുടെ കൽപ്പനയെ സ്വീകരിച്ച് സദാശിവൻ ബ്രഹ്മവിഷ്ണു രുദ്രേശ്വര രൂപമായ 4 തത്വങ്ങളെയും അനുഗ്രഹിക്കുന്നു എന്ന് സാരം. 5 കൃത്യങ്ങൾ ആണ് ഉള്ളത്. അത് സൃഷ്ടിസ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം ഇവയാണ്. ബ്രഹ്മ വിഷ്ണു രുദ്ര ഈശ്വര സദാശിവന്മാർ ആണ് ഇതിന് അധികാരികൾ. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, വിഷ്ണു രക്ഷിക്കുന്നു, രുദ്രൻ സംഹരിക്കുന്നു. ഇവ 3ഉം തന്നിൽ ലയിപ്പിച്ച് സദാശിവ തത്വത്തിൽ ലയിപ്പിക്കുകയാണ് ഈശ്വരൻ. ഈ ലയനമാണ് ബ്രഹ്മാണ്ഡ പ്രളയം. ഈ പ്രളയത്തിൽ സദാശിവൻ അമ്മയുടെ ഭ്രൂഭംഗ രൂപമായ അഭിപ്രായം, അതായത് നിന്തിരുവടിയുടെ പുരികക്കൊടികളുടെ ചലനത്താൽ അറിയിക്കപ്പെടുന്ന ആജ്ഞയെ കൈക്കൊണ്ട് തന്നിൽ ലയിച്ച 4 ബ്രഹ്മാദി തത്വങ്ങളെയും വീണ്ടും സൃഷ്ടിക്കുന്നു. ഇപ്രകാരം അനേക കോടി ബ്രഹ്മാണ്ഡങ്ങൾ നിന്തിരുവടിയുടെ ഭ്രൂചലനം കൊണ്ടു മാത്രം ഉദ്ഭവിക്കുകയും നാശത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉൽപ്പന്നങ്ങളായും വിഭിന്നങ്ങളായും ഭവിക്കുന്ന ബ്രഹ്മാണ്ഡങ്ങൾക്കെല്ലാം കാരണം ശ്രീ മഹാദേവിയുടെ ഭ്രൂചലന ശക്തി മാത്രമാണെന്നും അതിന് അധികാരികളായ ബ്രഹ്മാദി ദേവകൾ ദേവിയുടെ ആജ്ഞയനുസരിച്ച് സ്വകർമ്മം ചെയ്യുന്നവരാണെന്നും പറയുന്നു. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.